ഫറോവയുടെ കർദനമായ താടനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുമ്പോ സാക്ഷാൽ ഫിറഔൻ ചാട്ടവാറ് കൊണ്ടടിച്ച് മൂലയിലോട്ട് വലിച്ചെറിയുമ്പോ ആസിയ ബീവി അല്ലാഹുവോട് ദുആ ചെയ്തതെന്താ? അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ നാളെ നീ എനിക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ. എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. അള്ളാന്റെ സ്വർഗമാണ് വേണ്ടതെങ്കിൽ പെങ്ങളെ ആസിയ ബീവി പറഞ്ഞതുപോലെ ഫറോവയുടെ ചാട്ടവാറിന്റെ സിൽക്കാര ശബ്ദങ്ങൾ കൊട്ടാരങ്ങളെ പോലും വിറകൊള്ളിക്കുമ്പോ ആ ചാട്ടവാറ് വന്ന് ശരീരത്തിലോട്ട് പതിച്ചിട്ട് പച്ചമാംസം ചിതറിത്തെറിക്കുമ്പോ വേദന കൊണ്ട് പൊളയുമ്പോഴും അല്ലാഹു എത്ര വേദന സഹിച്ചാലും കുഴപ്പമില്ല, എത്രയേറെ പ്രതിസന്ധികൾ കേട്ടാലും കുഴപ്പമില്ല. അല്ലാഹുവേ ഈ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും താടനങ്ങൾക്കും പകരമായി നാളെ നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്ത ആസിയ ബീവിയെ പോലെ ഖുർആനിലെ സ്ത്രീ എന്ന വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പറയട്ടെ പെങ്ങള്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കണം? അല്ലാഹുവിന്റെ സ്വർഗമായിരിക്കണം. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? ഖുർആൻ പറയുന്നു, ആസിയ ബീവി പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ സ്വർഗമായിരിക്കണം. ആ സ്വർഗമെന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിന് വേണ്ടി നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു മണിമാളിക കിട്ടാൻ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കിട്ടണോ പെങ്ങള്? എന്റെ പെങ്ങളെ, നിന്റെ ആഗ്രഹം സ്വർഗത്തിലായിരിക്കണം. അറിയുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാ. ആരാ? മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള, മദീനയിലെ താരരാജകുമാരിയായ, മദീനയിലെ ചെറുപ്പക്കാര് പോലും സ്വർഗം കാണാൻ ആഗ്രഹിക്കുന്ന ആ മദീനത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലോട്ട് വരുന്നു. നബിയേ, നഫ്സി ഫിദാഉൻ ലക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. സവ്വിജ്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങനെയൊന്ന് വിവാഹം ചെയ്യുമോ നബിയേ? അങ്ങനെയൊന്ന് വിവാഹം ചെയ്യുമോ നബിയേ? ഓ സമയത്ത് റസൂലുള്ള പറഞ്ഞതെന്താ? എത്രയോ ആളുകൾ റസൂലുള്ളാഹിനെ സ്ത്രീലംബടനെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. ഡെൻമാർക്കിലെ പത്രമടക്കമുള്ള കണ്ണു മഞ്ഞളിച്ചു പോയ ഏറ്റവും വലിയ മഞ്ഞപത്രങ്ങളടക്കം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ കൽബ് തുറന്നിട്ട് എന്റെ പ്രഭാഷണം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളോട് ഏകനായ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ആരാ പറയുന്നത്? മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് നേരിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? പെണ്ണെ കടിയില്ല, ഇൻഹുവ ഇല്ലാ വഹ്യുഹാ. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ എനിക്കും നിന്നെ വിവാഹം ചെയ്യാൻ കഴിയില്ലെന്ന് റസൂലുള്ള പറയുമ്പോ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് നിരാശയോടെ ആ പെൺകുട്ടി കൽപ്പടവുകൾ ഇറങ്ങുമ്പോ സഹാബത്തുകൾ പരിഹസിക്കുകയാണ്. പെണ്ണെ നീ ആളുകൊള്ളാമല്ലോ, പെണ്ണെ നീ ആളുകൊള്ളാമല്ലോ, ഈ മദീനയിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണാണ് നീ. കാരണം അല്ലാഹുവിന്റെ റസൂലിനോട് പോലും നീ പ്രേമസല്ലാപം നടത്തിയല്ലോ, പ്രവാചകനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ, ഈ മദീനയിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണാണ് നീ എന്ന് പറയുമ്പോ പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് മനസ്സ് പിടയുമ്പോ ഓ പെൺകുട്ടി പറയുന്നത് എന്താണെന്നറിയുമോ? സഹാബാ, നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട, സഹാബ നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയത് എന്റെ വികാരത്തിന്റെ വേലിയേറ്റം കൊണ്ടല്ല, എന്റെ ആഗ്രഹങ്ങൾ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ടല്ല. പിന്നെയോ പ്രവാചകനോട് ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയത് അല്ലാഹുവിന്റെ റസൂലെങ്ങാനും എന്നെ ഒന്ന് വിവാഹം ചെയ്താൽ പ്രവാചക പദവി, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവി എനിക്ക് ലഭിക്കുമല്ലോ. നാളെ ആയിഷ ബീവി അടക്കമുള്ള, ഖദീജ ബീവി അടക്കമുള്ള പ്രവാചകന്റെ ഭാര്യ ചൊല്ലുന്ന സ്വർഗമുണ്ടല്ലോ. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വ സൈനബുൻ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. നാളെ പ്രവാചകന്റെ പത്നി എന്ന പദവി എനിക്ക് ലഭിച്ചാൽ നാളെ സ്വർഗത്തിൽ എനിക്ക് ആ പ്രവാചകന്റെ കൂടെ ഒന്ന് സ്വർഗത്തിലിരിക്കാനാണ്. ഞാൻ പ്രവാചകനോട്
എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയതെന്ന് പറഞ്ഞതാരാ? ആ മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ശബ്ദ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് പോലും ആഗ്രഹിച്ചതെന്താ? ഇവിടെ സൗന്ദര്യമൊരൽപ്പം കിട്ടിയിട്ട് കാര്യമെന്താ? ഒരൽപ്പം സൗന്ദര്യത്തിന്റെ പേരിൽ പെണ്ണെ നീ അഹങ്കരിക്കുന്നത് എന്തിനാ? 4 മണിക്ക് ക്യാമ്പസ് വിട്ട് കഴിയുമ്പോ, 4 മണിക്ക് കോളേജിന്റെ ക്യാമ്പസ് വിട്ട് കഴിയുമ്പോ പ്രേമസല്ലാപത്തിന്റെ നിത്യകുടീരമായ വാഗമരത്തിന്റെ ചുവട്ടിലൂടെ ബോയ് ഫ്രണ്ട് എന്ന ഓമന പേരും പറഞ്ഞ് 2 ചെറുപ്പക്കാരെ ഇടത്തും വലത്തും നിർത്തി അവരുടെ തോളിലൂടെ തരിവളയിട്ട് കൈകുമിട്ട് ഒരു ലോലമായ ടീഷർട്ടും ധരിച്ച് ആ ടീഷർട്ടിന്റെ പുറകുഭാഗത്ത് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ നഗ്നയാണ് എന്ന് പരസ്യമായി എഴുതിക്കൊണ്ട് നടക്കുന്ന, ലോലമായ ടീഷർട്ട് ധരിച്ചിട്ട് അതിന്റെ പുറകുഭാഗത്ത് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ നഗ്നയാണ് എന്ന് പരസ്യമായി എഴുതിക്കൊണ്ട് നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ കന്യകമാരോട്, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരൽപ്പം സൗന്ദര്യത്തിന്റെ പേരിലാണോ നിന്റെ ഈ അഹങ്കാരം? മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് വന്നിട്ട് പറയുന്നതെന്താ? എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. നാളെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നാം. നമ്മുടെ ലോകമെന്ന് പറഞ്ഞാൽ ഈ ലോകമല്ല. നാളെ ഇവിടെ ജീവിച്ചിട്ട് അള്ളാന്റെ സ്വർഗത്തിൽ പോകാൻ കരുതിയവരാണ്. എന്ത് നഷ്ടപ്പെട്ടാലെന്താ, എത്ര കഷ്ടപ്പെട്ടാലെന്താ, എത്രയേറെ സഹിച്ചാലെന്താ? നാളെ ദുഃഖമില്ലാത്ത റബ്ബിന്റെ സ്വർഗം കിട്ടുമോ? അതിനുവേണ്ടി ജീവിക്കുന്നവരല്ലേ നമ്മള്. അള്ളാന്റെ ഖുർആൻ പറയുന്ന ഒരു സ്ത്രീ ആദ്യം ആഗ്രഹിക്കേണ്ടത് അള്ളാന്റെ സ്വർഗമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവ സ്വർഗത്തിലാണ്, നമ്മുടെ സ്വദേശം സ്വർഗമാണ്. എൻ സ്വദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ കരദേശിവാസിയാണല്ലോ. അക്കരെയാണ് എൻ സാബല്യ നാട്, അവിടെ എനിക്കൊരുങ്ങുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എൻ സാബല്യ നാട്, അവിടെ എനിക്കൊരുങ്ങുന്ന ഭവനമുണ്ട്. അക്കരയുടെ നാട്ടിൽ അല്ലാഹു വെച്ചിരിക്കുന്ന സ്വപ്ന ഭവനത്തിന്റെ സാബല്യത്തിന് വേണ്ടിയാണ് ഒരു പെണ്ണീ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് അള്ളാന്റെ വിശുദ്ധ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു. ഒരു സ്ത്രീയുടെ 4ാമത്തെ സ്ത്രീയുടെ കഥ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇന്ന് 3ാമത്തെ സ്ത്രീ ആരാ? സ്വർഗം വേണോ? ഇഷ്ടമുള്ള ചോയ്സ് എടുക്കാം, ഇഷ്ടമുള്ള ചോയ്സ് എടുക്കാം. ഒന്നുകിൽ നിനക്ക് നരകം മതിയോ? നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യയുടെ കൂടെ ഖുർആൻ പറയുന്നെന്ന് കേൾക്കി. നരകത്തിൽ പോകേണ്ടവര് പ്രവാചകന്മാരുടെ ഭാര്യയുടെ കൂടെ, സ്വർഗത്തിൽ പോകേണ്ടവര് ഫിർഔന്റെ ഭാര്യയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോ പ്രതികൂലതയുടെ അവസ്ഥയിൽ നിന്ന് സ്വർഗം കരസ്ഥമാക്കി ആസിയ, സാഹചര്യം അനുകൂലമായിട്ടും നരകം കരസ്ഥമാക്കി നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ. അതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ സ്വർഗം ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടി നമുക്ക് പറയാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഏത് വേണം? സ്വർഗം വേണോ അതല്ല ഈ ഭൂമി വേണോ? ഏത് വേണം? ഏതാ വേണ്ടത്? സ്വർഗം വേണോ ഇവിടെ വേണോ? എന്താ ഇവിടെ മതിയെന്നാ ചിരിച്ചെന്തല്ലാരും? ഇവിടെ മതിയെന്നാ കൊച്ചു പിള്ളേരാ? എന്റെ നാടിന്റെ അടുത്തൊരു ചെറിയ തൈക്കാവ് പണി. അപ്പൊ തൈക്കാവൊക്കെ പണിതിട്ട് ഞങ്ങൾ കുറെ പേര് അവിടെയുള്ള കുട്ടികളെയൊക്കെ ചെറുപ്പക്കാരെയൊക്കെ പരിക്കാവ് ഉദ്ഘാടനമൊക്കെ ചെയ്തപ്പോൾ നിസ്കരിക്കാൻ വേണമെന്ന് പറയാൻ വിളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കുറെ കുട്ടികൾ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ട്. അപ്പോൾ ഞാൻ മദ്രസയിലൊക്കെ പഠിപ്പിച്ച പിള്ളേരാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വരണം. നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും, നിസ്കരിച്ചില്ലെങ്കിൽ സ്വർഗം കിട്ടൂല. ഇതിനേക്കാൾ നല്ല കളിയൊക്കെ സ്വർഗത്തിലുണ്ടാവും. നമുക്ക് അവിടെ പോയി കളിക്കാം, ഇവിടെ വെച്ച് കളിക്കാൻ വേണ്ടി ഇച്ചിരി നേരം സ്വർഗത്തിൽ പോകാൻ വേണ്ടി വരണം. ഒരുത്തനോട് എന്നെ പൊന്നു ഉസ്താദ് എനിക്ക് നരകത്തിൽ പോയാൽ മതി. ഒരു പയ്യൻ എന്നോട് നേരിൽ ഉസ്താദ് എനിക്ക് നരകത്തിൽ പോയാൽ മതി. ഞാൻ ചോദന്തടാ ഉസ്താദെ, സ്വർഗത്തിൽ പോയാൽ കുറെ തൊപ്പി വെച്ച കുറെ മുസ്ലിയാക്കന്മാരെയും കുറെ ആജിയാക്കന്മാരെയും കുറെ നിസ്കരിച്ചവരെയും കാണാം. അവരെയും കണ്ടുകൊണ്ട് കാലാകാലം കിടക്കണ്ട അവിടെ. സ്വർഗത്തിൽ പോയാൽ കാലാകാലം, നരകത്തിൽ പോയാൽ കാലം. ഈ കാലാകാലം ഇവരെയും വെച്ചുകൊണ്ട് കുറെ നിസ്കാരത്തടമ്പുള്ളവരെയും കണ്ടോണ്ടല്ലേ ഇരിക്കാൻ പോളൂ. നരകത്തിൽ പോയാൽ കാലാകാലം മീരാ ജാസ്മിനെ കാണാം, കാവ്യ മാധവനെ കാണാം, ഐശ്വര്യ റായിയെ കാണാം. ഇവരെയൊക്കെ കണ്ടോണ്ട് അവരുടെ അടുത്ത് പോയെങ്കിരിക്കാം. അപ്പൊ ഏതാ നല്ലത്? ഒരു പയ്യൻ എന്നോട് പറഞ്ഞു,
കാരണം അവരുടെ അടുത്തിരിക്കാനാണല്ലോ നമുക്ക് താല്പര്യം. അവരെ കാണണം, അവരെ തൊട്ടുമുത്തണം. ഇതായിരിക്കണം മഹാനവറുകൾ. ബൈക്കിലോട്ട് നോക്കും, മഹാനവറുകൾ ഇരിക്കുന്നുണ്ടല്ലേ കാക്കിയൊക്കെ കെട്ടിട്ട്. മമ്മൂട്ടി റളിയല്ലാഹു അൻഹു എന്ന് പറയല്ലേ. ഇപ്പൊ എങ്ങോട്ട് അവിടെ വന്നപ്പോ അവിടെ ഒരാളിരിക്കുന്നു, ഇവിടെ വന്നപ്പോ ഇവിടെ ഒരാളിരിക്കുന്നു. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ, എന്തൊക്കെ അസോസിയേഷനാ. ഭീമാപ്പള്ളി ഭാഗത്ത് നോക്കിയപ്പോ കൊല്ലം ഷാഫി ഫാൻസ് അസോസിയേഷൻ, ഫാൻസ് അസോസിയേഷനുകളുടെ കാര്യം. അവരെ കാണാനും തൊട്ടുമുത്താനും ഒക്കെ. ഞാൻ തിരുവനന്തപുരത്ത് സെൻട്രൽ ജുമാ മസ്ജിദിൽ ജുമയ്ക്ക് വേണ്ടി പോവാണ്. ഒന്നാമത്തെ സമയം ഒത്തിരി ആയി, പെട്ടെന്ന് പള്ളിയിലെത്തണം. ആറ്റിങ്ങലെത്തപ്പോ റോഡ് മൊത്തം ബ്ലോക്ക്, വണ്ടി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. കുറെ നാളുകൾക്ക് മുമ്പ്, ഒരു വർഷമായി. പടച്ചവനെ എങ്ങനെ പോകും പടച്ചവനെ? മണി 11 12 മണിക്കെങ്കിലും പള്ളിയിലെത്തണം. നോക്കിയപ്പോ ചെറുപ്പക്കാർ മുഴുവൻ ആറ്റിങ്ങൽ റോഡിൽ കിടന്ന് തിക്കും തിരക്കും. ഒരുത്തന്റെ തോളി ചവിട്ടുന്നു, മറ്റൊരുവനെ ചവിട്ടുന്നു. എന്തുവാ സംഭവം? കാവ്യാമാധവനെങ്ങാണ്ട് അവിടെ ഒരു ജൂവലറി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അവളെ കാണാനും തൊടാനും ഉള്ള തിരക്കാണ്. കണ്ടവര് പിന്നെ ഒന്ന് പോയി തൊട്ടുമുത്തണം. തൊട്ടുമുത്താൻ വേണ്ടിയുള്ള ചാട്ടം. തൊട്ടുമുത്താൻ പറ്റാത്തവര് തൊട്ടവനെ തൊട്ട് പറക്കത്തെടുത്തു. ചിലർക്ക് നേരിട്ട് പോയി തൊടാൻ പറ്റില്ല, അപ്പൊ തൊട്ടവനെ പോയി തൊട്ടിട്ട് ഇച്ചിരി പറക്കത്തെടുത്തുണ്ട്. എന്തൊക്കെ കോലങ്ങൾ കാണാം, ഏതൊക്കെ കാണണം. ഇത്രയും ഭ്രാന്തുണ്ടോ? ഫാൻസ് അസോസിയേഷൻ നാളെ പറയാം ഞാൻ, സമയം ഉണ്ടെങ്കിൽ. പണ്ട് സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിളങ്ങാണ്ട് 7 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചു കേട്ടിട്ടുണ്ട് പണ്ടേ. എന്തോ ഒരു ഭ്രാന്തായത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. ഞാൻ തമാശ